നാട്ടിലെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ മരുഭൂമിയിലെ ചൂട് എത്രമാത്രമായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ മരുഭൂമിയിൽ AC പോലുള്ള സജ്ജീകരണങ്ങളില്ലാത്ത ഒരു കെട്ടിടത്തിന്റെ ചൂട് എത്രയായിരിക്കും? അത് വെറും 20 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കും? എന്നാൽ അത്രയുള്ളൂ അവിടുത്തെ ചൂട്. അത് സാധാരണ അന്തരീക്ഷ താപനിലയാണ്, അതായത് 20 ഡിഗ്രി സെൽഷ്യസ്. അത്രമാത്രമേ അവിടെ ചൂട് ഉള്ളൂ. ഈ അത്ഭുതം മറ്റെങ്ങുമല്ല, ഈജിപ്തിലെ പിരമിഡിന്റെ ഉള്ളിലെ അത്ഭുതമാണ് ഈ പറയുന്നത്. ഗിസയിലെ പിരമിഡും പ്രകാശത്തിന്റെ വേഗതയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അത്തരത്തിൽ നിങ്ങൾക്കറിയാത്ത ചില രഹസ്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. മരണത്തിന് ശേഷം വേറെ ഒരു ലോകമുണ്ടെന്ന് വിശ്വസിച്ച ഒരു ജനതയായിരുന്നു ഈജിപ്തുകാർ. പുനർജന്മത്തിലും അവർ വിശ്വസിച്ചിരുന്നു. അങ്ങനെ മരണശേഷം അങ്ങേ ലോകത്തിൽ ജീവിക്കാനും പുനർജനിക്കാനും വേണ്ടി രാജാക്കന്മാർ ആയ ഫറവോകളുടെ മൃതശരീരം സൂക്ഷിക്കാനുള്ള ശവകുടീരമായിരുന്നു പിരമിഡുകൾ. 4500 വർഷങ്ങൾക്ക് മുമ്പാണ് പിരമിഡുകൾ നിർമ്മിച്ചത്. അതും മനുഷ്യനേക്കാൾ വലിപ്പമുള്ള 2 മുതൽ 80 ടൺ ഭാരമുള്ള 23 ലക്ഷത്തിലധികം കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഗിസയിലെ പിരമിഡുകൾ നിർമ്മിച്ചത്. ഇന്നു കാണുന്ന രീതിയിൽ ആയിരുന്നില്ല യഥാർത്ഥത്തിൽ പണ്ട് പിരമിഡുകൾ. വെള്ളക്കല്ല് കൊണ്ട് ആവരണം ചെയ്ത് മിനുസപ്പെടുത്തിയ രീതിയിലായിരുന്നു പിരമിഡിന്റെ ചുമരുകൾ. പകൽ സമയത്ത് പിരമിഡുകൾ വെട്ടിത്തിളങ്ങുമായിരുന്നു, രാത്രിയിലും പിരമിഡുകൾ തിളങ്ങുമായിരുന്നു. അറബികൾ ഇതിനെ വെളിച്ചം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത്രയ്ക്ക് ഭംഗിയായിരുന്നു പിരമിഡുകൾ. ശരിക്കും പിരമിഡുകൾ നിഗൂഢമായി തുടരാനുള്ള പ്രധാന കാരണം ഇതിന്റെ നിർമ്മാണ രീതിയും ഘടനയും തന്നെയാണ്. ഈ അത്ഭുത പിരമിഡുകൾ എങ്ങനെ നിർമ്മിച്ചു എന്നതിൽ പല അഭിപ്രായങ്ങൾ നിലവിലുണ്ടെങ്കിലും ശരിക്കുമുള്ള നിർമ്മാണ രീതി ഇന്നും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. പശ പോലെ ആക്കിയ മണ്ണിലൂടെ കല്ലുകൾ വലിച്ച് മുകളിലേക്ക് എത്തിച്ചാണ് ഇവ പണിതത് എന്നും, അല്ലെങ്കിൽ സിക്സാക് രീതിയിലോ ചുറ്റും വലിച്ചുകൊണ്ടോ കല്ലുകൾ മുകളിൽ എത്തിച്ചിരിക്കാം, അല്ലെങ്കിൽ ഉള്ളിൽ നിന്നാണ് ഇത് പണിതത് എന്ന വാദവും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതുകൂടാതെ വെള്ളം കെട്ടി നിർത്തി കല്ലുകൾ അതുവഴി ഒഴുക്കിക്കൊണ്ടുവന്നിരിക്കാം എന്നൊരു വാദവും ഇന്ന് നിലനിൽക്കുന്നു. പിരമിഡിന്റെ ചുറ്റുമായ പ്രദേശത്ത് വെള്ളം ഒഴുകിയതിന്റെ പാടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതുകൊണ്ടാണ് ഇങ്ങനൊരു വാദത്തിലേക്ക് ചരിത്ര ഗവേഷകർ എത്തിയത്. ഇത് മാത്രമല്ല പിരമിഡുകൾ നിഗൂഢമായി തുടരാനുള്ള കാരണങ്ങൾ. ഈ മരുഭൂമിയിൽ എവിടെ നിന്നാണ് 23 ലക്ഷം കല്ലുകൾ ഇവർ എടുത്തത്? അതുമായി ബന്ധപ്പെട്ട യാതൊരു അവശിഷ്ടങ്ങളോ ഇന്ന് ഈജിപ്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിരമിഡുകൾക്ക് ഉള്ളിൽ മമ്മികളെ അടക്കം ചെയ്തിരുന്ന ഒരു ഗ്രാനൈറ്റ് ബോക്സ് കാണാൻ സാധിക്കും. ഈ ബോക്സിന്റെ അകത്തായിരുന്നു മമ്മികളെ സൂക്ഷിച്ചിരുന്നത്. മമ്മികൾ മാത്രമല്ല, വിലപിടിപ്പുള്ള വസ്തുക്കളും. പക്ഷേ അത്ഭുതം എന്തെന്നാൽ ഈ ബോക്സിനേക്കാളും ചെറിയ വഴിയാണ് അവിടെ ഉള്ളത്. ആ വഴിയിലൂടെ ഈ ബോക്സ് എങ്ങനെയാണ് അവിടെ എത്തിച്ചു? ഇന്നും ഉത്തരം കിട്ടാതെ നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ്. ഇങ്ങനെ നിർമ്മാണ പ്രത്യേകതകൾ ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ അന്യഗ്രഹ ജീവികളായിരിക്കാം ഈ പിരമിഡുകൾ പണികഴിപ്പിച്ചത് എന്നൊരു വാദവും കൂടി ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത്രയും കുറഞ്ഞ കാലയളവിൽ ഇത്രയധികം ഭാരമുള്ള കല്ലുകൾ കൊണ്ട് മനുഷ്യർക്ക് ഒരിക്കലും ഇത്രയും വലിയ നിർമ്മിതി നിർമ്മിക്കാൻ സാധിക്കില്ല എന്നും, നക്ഷത്രങ്ങളുടെ സ്ഥാനം നോക്കിയാണ് പിരമിഡുകൾ പണിതത് എന്നും, അതുകൂടാതെ വെള്ള നിറത്തിലുള്ള പിരമിഡ് അന്യഗ്രഹ ജീവികൾക്ക് ഭൂമിയിൽ ഇറങ്ങാനുള്ള സ്ഥലം ആണെന്നാണ് ചിലരുടെ വാദം. ഈ ഭൂമിയിൽ ഈജിപ്തിൽ മാത്രമല്ല പിരമിഡുകൾ ഉള്ളത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വിവിധ കാലഘട്ടങ്ങളിലുമായിട്ട് ഒരുപാട് പിരമിഡുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ സുഡാനിൽ മാത്രം 220-ലധികം പിരമിഡുകൾ കണ്ടെത്തിയിട്ടുണ്ട്. മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പിരമിഡിന്റെ അകത്ത് ഏത് കാലഘട്ടത്തിലും 20 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ചൂട്. ഇതിനായി യാതൊരുവിധ ഊർജമോ മറ്റു സജ്ജീകരണങ്ങളോ ഒന്നും തന്നെ നൽകിയിട്ടില്ല. പക്ഷെ എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് എന്ന് ഇതുവരെ ശാസ്ത്രത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മമ്മികളുടെ കൂടെ ഒരുപാട് നിധികളും മറ്റു വിലപിടിപ്പുള്ള സാധനങ്ങളും പിരമിഡിനകത്ത് സൂക്ഷിച്ചിരുന്നു. ഇത് മരണാനന്തരം ജീവിക്കുന്ന രാജാക്കന്മാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ ഇതൊക്കെ ഉപയോഗിച്ചത് കള്ളന്മാർ ആയിരുന്നു. കാരണം മമ്മി ഉൾപ്പെടെ എല്ലാ വസ്തുക്കളും പിരമിഡിനകത്ത് നിന്ന് വ്യത്യസ്ത കാലഘട്ടങ്ങളിലായി മോഷണം നടന്നിരുന്നു. പിരമിഡിനെ സംബന്ധിച്ച് ഏറ്റവും നിഗൂഢമായി തുടരുന്നതും അതുപോലെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പ്രകാശത്തിന്റെ വേഗതയും പിരമിഡിന്റെ കോർഡിനേറ്റും തമ്മിൽ ഒരു ബന്ധമുണ്ട്. രണ്ടും ഏകദേശം ഒരേപോലെയാണ്. അതായത് ലൈറ്റിന്റെ സ്പീഡ് 29,97,92,458 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ ഗിസയിലെ ഗ്രേറ്റ് പിരമിഡിന്റെ കോർഡിനേറ്റ് 29.979245 നോർത്തും ആണ്. ഇത് എങ്ങനെ സംഭവിച്ചു? 45 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലൈറ്റിന്റെ സ്പീഡ് അവർ എങ്ങനെ അറിഞ്ഞു? ആധുനിക രീതിയിൽ സ്ഥാനം എങ്ങനെയാണ് അവർ നിർണയിച്ചത്? എന്തുകൊണ്ടാണ് ഇവ രണ്ടും ഒരേപോലെ ആയത്? ഇവിടെയാണ് അന്യഗ്രഹ ജീവികളുമായി പിരമിഡിനെ ബന്ധപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് പിരമിഡിന്റെ കോർഡിനേറ്റും പ്രകാശത്തിന്റെ വേഗതയും ഒരേപോലെ ആകുന്നത്? ചിലപ്പോൾ ഇത് എല്ലാവരും പറയുന്നത് പോലെ വെറുമൊരു കോ ഇൻസിഡന്റ് മാത്രമായിരിക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്.